സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മുരിങ്ങയില കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി കൂടിയാണിത്. മുരിങ്ങയിലയുടെ കയ്പ്പാണ് പലർക്കും ഇഷ്ടമല്ലാത്തത്. അതിന് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും തണ്ടിൽ നിന്നും വേർപെടുത്തി ഇലകൾ മാത്രമായിട്ട് എടുക്കണം. ഈ തണ്ടുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മളുടെ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് അല്ലെങ്കിൽ തോരന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. അതുപോലെ ഇളം ഇലകൾ എടുത്താലും കയ്പ്പ് കുറഞ്ഞു കിട്ടും. മൂത്ത ഇലകൾക്കാണ് ഏറ്റവും കൂടുതൽ കയ്പ്പ് ഉണ്ടാവുക. ഇലകളെല്ലാം വേർപ്പെടുത്തിയെടുത്ത ശേഷം ഇത് 2-3 പ്രാവശ്യം നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഈ മുരിങ്ങയിലകളിൽ വെള്ളം പിടിക്കാനായിട്ട് ഇത്തിരി പാടാണ്. അതുകൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും ഇത് കഴുകിയെടുക്കണം. ഈ ഇലകളുടെ പുറകുവശത്തായിട്ട് ഒരു വൈറ്റ് കളറിലുള്ള എട്ടുകാലികൾ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് ഒരു വഴറ്റിയെടുക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് തോരനായിട്ടും കറിയായിട്ടും ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മുട്ട ചേർത്ത മുരിങ്ങയില തോരനാണ് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കേണ്ടത്. ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ 1-2 പിടി തേങ്ങയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇലകൾ ചുരുങ്ങുന്നത് കൊണ്ട് എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൂടി പോവാതിരിക്കാനായിട്ട്. അപ്പോൾ മുരിങ്ങയില വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ തേങ്ങയിലെ വെള്ളവും വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇതേപോലെ ഇലകളും തേങ്ങയും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഞാനിവിടെ 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അവിടെ കിടന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം മുരിങ്ങയിലയുമായിട്ട് യോജിപ്പിക്കുക. അല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. കാരണം മുട്ട വേവാനായിട്ട് മറ്റേതുമായിട്ട് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കി തോർത്തി നല്ല ഡ്രൈ പരുവത്തിലെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. മുരിങ്ങയില ഡെയിലി ഡയറ്റിൽ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.